ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളെ റെസിപ്പി നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ എണ്ണയിലൊന്നും മുക്കിപ്പൊരിക്കാതെ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, കൂടെ 2 മീഡിയം സൈസിലുള്ള പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സൈസിലുള്ള സവോള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. വലുതാണെങ്കിൽ 1 ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് വാട്ടി കൊടുക്കണം. ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കേണ്ട, മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കും. ഇനി നമുക്കിതിലേക്ക് ചിക്കനോ അല്ലാന്നുണ്ടെങ്കിൽ ബീഫോ വേണം. ഞാനിപ്പോൾ ഇവിടെ മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തതാണ്. എല്ലില്ലാത്ത ചിക്കൻ പീസ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുത്തത് നമുക്കിതുപോലെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ഒരുപാടൊന്നും വേണ്ട, ഒരു 150 ഗ്രാം മതി. ഇനി ഇത് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതവിടെ മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ നമ്മൾ സവോളയെല്ലാം അത്യാവശ്യം നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ പൊടികളെ പച്ച ടേസ്റ്റ് മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം ഒരുപാട് അങ്ങ് കൂട്ടി വെച്ച് കൊടുക്കരുത്, മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഇതിപ്പം നമുക്ക് പൊടികളെ പച്ച ടേസ്റ്റെല്ലാം അങ്ങ് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1-2 മിനിറ്റ് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ചിക്കൻ വേവിച്ചപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, സവോള വഴറ്റിയപ്പോഴും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് എനിക്കിവിടെ കറക്റ്റായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടി ഇതാ ഒരു 4 മുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കൂടെ 1/4 കപ്പ് മൈദപ്പൊടി, പിന്നെ 1/4 കപ്പ് തന്നെ പാല്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ അടിച്ചെടുത്തതിന് ശേഷം നമുക്കിനി ഇതൊരു ബൗളിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയൊന്നും ചേർത്ത് കൊടുക്കേണ്ട, വെജിറ്റബിൾ ഓയിൽ ഏതെങ്കിലും ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച മസാല മുഴുവനായിട്ടും നമുക്കിതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ മസാല മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഇതാ ഒരു സോസ് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ച ബാറ്റർ മുഴുവനായിട്ടും അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്തിട്ട് അടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം. ഇതുപോലെ അടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുക്കാൻ മറക്കല്ലേ, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും.
ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒരു 15 to 20 മിനിറ്റ് ഒക്കെ മതിയാകും. അങ്ങനെ ഇതിപ്പോൾ എനിക്കിവിടെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ വശം ഒന്ന് കളർ മാറ്റിയെടുക്കാൻ വേണ്ടി ഞാൻ ഇതുപോലെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അല്പം നെയ്യൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ നല്ല ടേസ്റ്റി ആയതും അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതുമായ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് നമുക്കിവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.